സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരു നല്ല സുന്ദരമായ വചനം ഒന്ന് എഴുതിയെടുത്ത് പഠിച്ചാലോ? ഒന്ന് എഴുതിയെടുത്ത് പഠിച്ചേ. ഇത് പഠിച്ചോണം കേട്ടോ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ നമ്മൾ അല്പസമയം മുമ്പ് പറഞ്ഞ അനേക വചനങ്ങൾ, അത് നിങ്ങൾ ഇത് യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ വചനങ്ങളൊക്കെ എഴുതിയെടുത്ത് വിശ്വസിക്കണം. പ്രാർത്ഥിച്ചാൽ കർത്താവ് എനിക്ക് ഉത്തരം നൽകും കേട്ടോ. അപ്പം അതെ, ഒരു നല്ല വചനം ഇതങ്ങോട്ട് എഴുതിയെടുത്ത് പഠിച്ചോ. 1 യോഹന്നാൻ എന്ന് പറഞ്ഞ യോഹന്നാൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം പുസ്തകം, ഫസ്റ്റ് ബുക്ക് ഓഫ് സെന്റ് ജോൺ കേട്ടോ. അപ്പം അതിൻ്റെ 1-ാം ലേഖനം 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം തിരുവചനം, ചാപ്റ്റർ 5 വേഴ്സ് 14. ചാപ്റ്റർ 5 വേഴ്സ് 14. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 14. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം തിരുവചനം. ബൈബിൾ ഉള്ളവരൊക്കെ തുറക്കണം. എന്നിട്ട് ഈ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇതിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് നൽകുന്ന സന്തോഷത്തിൻ്റെ വചനമാണ് കേട്ടോ. സന്തോഷത്തിൻ്റെ വചനമാണ്. അതെന്താ വചനം എന്ന് ഞാൻ പറയാം, ഏറ്റു പറയണം. അവൻ്റെ, ഒച്ചത്തിൽ പറഞ്ഞേ, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, വചനം കേട്ടോ. എത്ര ശക്തമായ ഒരു കാര്യമാണെന്നറിയോ? ഒന്നും കൂടെ പറഞ്ഞോ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താണ് യേശുവിൽ നമുക്കുള്ള ഉറപ്പ്? നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇതാണ് നമുക്ക് യേശു ക്രിസ്തുവിലുള്ള ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ത്യാഗം സഹിച്ച് വന്നവർ ഇവിടെയുണ്ട്. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരുണ്ടാകും. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് പല പല കാര്യങ്ങൾക്കിടയ്ക്കായിരിക്കും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന. വിശ്വസിച്ചോണം, ഒരു ഉറപ്പ് കർത്താവ് നൽകുവാണ്. ഒരു ഉറപ്പ്, ഒരു അഷ്വറൻസ്, ഗ്യാരണ്ടി കർത്താവ് നൽകുകയാണ്. അതായത് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളോട് തന്നെ പറയണം. ഞാൻ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല ബലം കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഉറക്കം തൂങ്ങി, അസ്വസ്ഥരായി, സംശയിച്ച്, തലചൊറിഞ്ഞ്, വായിക്കോട്ട വിട്ട് നമ്മളിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ? അതുണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഉറപ്പിൽ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്ന വിഷയം കർത്താവേ അങ്ങ് ഇടപെടുന്നു. അതാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നത്. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്. കേട്ടോ, അങ്ങനെ പാട്ടൊക്കെ തന്നെ ഇല്ലേ അല്ലേ? പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പ് പറയുകയാണ്. നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തു തന്നെയാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ ജീവിത സാഹചര്യങ്ങളെ കർത്താവ് മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതികൂല സാഹചര്യങ്ങളായിരിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ആ ഇരുട്ട് മാറാൻ തുടങ്ങും. ഇരുട്ട് മാറാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? വെളിച്ചം ഉണ്ടാവുക, പ്രകാശം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വെളിച്ചം നിറയുന്നതനുസരിച്ച് ഇരുട്ട് മാറും. അല്ലാതെ ഇരുട്ടിനെ കുറിച്ച് ഓർത്തോർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ദുഃഖിച്ചുകൊണ്ടിരിക്കും. വലിയ ഭാരമാവും, വലിയൊരു ഭാരം. കഴിഞ്ഞിടയ്ക്ക് ഒരു കുടുംബം, ആ കുടുംബത്തിൽ അടിക്കടി ചില മരണങ്ങളുണ്ടായി, ചില തകർച്ചകൾ,
ഇപ്പൊ ജീവനോടെ ഉള്ളവർക്ക് തന്നെ ചില അപകടങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഇവർ മൊത്തത്തിൽ കഷ്ടതയിലായി. ഇപ്പം ഇങ്ങനെയുള്ള സമയത്താണല്ലോ കുടുംബാംഗങ്ങൾ മൊത്തത്തിൽ പരിഭ്രാന്തി. അവർ പലരോട് ചോദിക്കുന്നു, ഇതെന്താ ഇങ്ങനെ, ഞങ്ങളുടെ കുടുംബത്തിന് എന്താ ഇങ്ങനെ. അപ്പോൾ പലരോട് ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരും 10 അഭിപ്രായം പറയും. 10 പേരും 10 അഭിപ്രായം പറയും. അപ്പം ഞാൻ ഈ കുടുംബത്തെ കാണുമ്പോൾ ഇവർ വലിയ വിഷമത്തിലാണ്. കാരണം അച്ഛാ, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തവും ഇല്ല. ഇന്ന സ്ഥലത്ത് ഒരു ബ്രദർ പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് മണ്ണ് കുഴിച്ചെടുത്തുകൊണ്ട് ചെല്ലാനാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം ഈ കുടുംബം വിഷമത്തിലാണ്. പോയിട്ടില്ല അച്ഛാ, ഞങ്ങൾ എന്ത് ചെയ്യണം? അച്ഛൻ പറഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ച് ചെയ്യാം. പിന്നെ വേറൊരു കുടുംബം വേറൊരു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നൊരു ആളുകൾ പറഞ്ഞത്, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, ഇത് നിങ്ങളുടെ മുൻപ് ജീവിച്ചിരുന്ന ഈ മണ്ണിൽ ജീവിച്ചിരുന്നവരുടെ പാപപ്രവൃത്തിയുടെയാണ്. അപ്പം നിങ്ങൾക്ക് മാർഗമൊന്നുമില്ല, നിങ്ങളിത് സഹിക്കണം. അപ്പം ഇവരിങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പം ഇങ്ങനെ 10 അഭിപ്രായം. വിഷമം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുട്ടാണ്. എൻ്റെ ദൈവമകനെ, ദൈവമകൾ, എൻ്റെ ചോദ്യം, ഈ ഇരുട്ടിൽ നമ്മൾ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ പറ, എന്താ ചെയ്യണ്ടേ? ഒരു പ്രശ്നം, ഭാരം, സങ്കടം അവിടെ കിടക്കുകയാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രകാശം നിറച്ചു കഴിഞ്ഞാൽ ഇരുട്ട് മാറും. ഇത് നിങ്ങൾ തലയ്ക്കകത്ത് വിശ്വസിച്ചോ. ഏത് പ്രശ്നത്തോടുകൂടി എവിടെ ഇരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, പ്രകാശം നിറയുന്നതനുസരിച്ച് ഇരുട്ട് മാറും. ഹല്ലേലൂയാ. ഇരുട്ടിനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കും തോറും ഇരുട്ട് വർദ്ധിച്ചോണ്ടിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ച അയാളെ കുറിച്ച് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും തോറും നിങ്ങളുടെ തലയ്ക്കകത്ത് എന്ത് വർദ്ധിക്കും? ദുഃഖം വർദ്ധിക്കും. അതിനുശേഷം ഉണ്ടായ ചില അപകടങ്ങളെ കുറിച്ച് ഓർക്കും തോറും ഭാരം വർദ്ധിക്കും. ഇപ്പം ആ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യം, അവരുടെ വരുമാന മാർഗം അത് അടഞ്ഞു കിടക്കുക. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ ശേഷിയില്ല. കാരണം ഞങ്ങൾക്കും ഇങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. വിഷമം, ഭാരം, സങ്കടം. ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, നീ പ്രാർത്ഥിച്ചാൽ അവിടെ നിനക്ക് വേണ്ടി സാഹചര്യങ്ങൾ കർത്താവ് എടുത്തു മാറ്റും, വിശുദ്ധീകരിക്കും. വലതുകരയുയർത്തി വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, ആമേൻ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ മുട്ടി വിഷമിച്ചു. പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തി വിശ്വസിക്കണം, നിനക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറക്കും. പറഞ്ഞേ ആമേൻ, ആമേൻ. എത്ര വലിയ കോട്ടകളാണെങ്കിലും നിനക്ക് വേണ്ടി ദൈവം തകർക്കും. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാവണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിത് പറയുമ്പോൾ ഇത് വെറുതെ കഥകളും ഉപകഥകളും ആകാശത്തുനിന്നല്ല, മറിച്ച് റിയാലിറ്റിയാണ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്, അല്ലേ? പൗലോസും സീലാസും അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തില് 16-ാം അധ്യായം 25-26 നമുക്കറിയാം, ആവർത്തിക്കേണ്ട കാര്യമില്ല. പൗലോസും സീലാസും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു? കാരാഗ്രഹത്തിലെ തടവറയിൽ, ജയിലിനുള്ളിൽ കിടന്ന് ഏത് സമയത്ത് പ്രാർത്ഥിച്ചു? അർദ്ധരാത്രിയിൽ അവരെങ്ങനെ പ്രാർത്ഥിച്ചു? അവർ ദൈവത്തെ സ്തുതിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്തുണ്ടായി? ചങ്ങലകൾ അഴിഞ്ഞു വീണു, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു, അന്തരീക്ഷം മാറാൻ തുടങ്ങി. അവിടെ കുലുക്കം സംഭവിച്ചു, അന്തരീക്ഷം മാറി തുടങ്ങി. ഹല്ലേലൂയാ. ജെറീക്കോ എന്ന് പറയുന്ന വലിയ മതില്, ഇസ്രായേൽ ജനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വണ്ണം ഇതേ ജെറീക്കോയുടെ മതില് എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് ഇസ്രായേൽക്കാർ നിൽക്കുന്നു. ദൈവത്തിന്റെ സന്ദേശം എന്താ? ഇസ്രായേൽ ജനമേ, ഞാൻ പറയുന്നത് കേട്ടതേ, ആ ജെറീക്കോ പട്ടണത്തിന് ചുറ്റും നടന്ന് കാഹളം മുഴക്കുക, പ്രാർത്ഥിക്കുക, ദൈവസ്തുതികൾ ആലപിക്കുക. 7-ാം ദിവസം ദേ ജെറീക്കോ പട്ടണം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ സാഹചര്യങ്ങൾ മാറും, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ എത്ര വലിയ കൊട്ടകളാണെങ്കിലും കർത്താവ് അതെടുത്തു മാറ്റും. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ കൃപ തുറക്കപ്പെടും. വിശ്വസിക്കുന്നവര് നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇന്ന് രാവിലെ ഒരമ്മയുടെ ഇങ്ങനെയുള്ളൊരു കുഞ്ഞു സാക്ഷ്യം ഞാൻ മൊബൈൽ ഫോണിൽ എന്നോട് പറയുക. വർഷങ്ങളോളം ഞങ്ങൾക്ക് ഡൽഹിയിൽ വെച്ച് ധ്യാന മന്ദിരത്തിൽ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും 2 പെൺകുട്ടികൾ. അതിൽ ഭർത്താവിന് പള്ളി പ്രാർത്ഥന ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഈ അമ്മയുണ്ടല്ലോ, കുടുംബനാഥ ഭാര്യ, ഈ 2 പെൺകുട്ടികളുടെ അമ്മ എന്നും കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ധ്യാന മന്ദിരത്തിൽ കൊണ്ടുവരും.
ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എന്തൊക്കെയോ കുറേ പ്രത്യേകതകളുണ്ട്. അവർക്കും പ്രാർത്ഥന താല്പര്യമില്ല, ഒരു കാര്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ല, പഠന കാര്യങ്ങളൊക്കെ വളരെ വീക്കാണ്. എന്ന് മാത്രമല്ല അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ എന്തൊക്കെയോ ഡിസോർഡർ ഉള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ ഈ അമ്മയുണ്ടല്ലോ, ഈ അമ്മ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും. ജോലിയുള്ള തിരക്കുള്ള അമ്മയാണ്, പക്ഷേ എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ധ്യാന ശുശ്രൂഷയ്ക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നിങ്ങനെ വളർത്തുന്നു, പ്രാർത്ഥിക്കുന്നു, ജീവിതം മുന്നോട്ട് നീങ്ങുന്നു. ഇന്ന് നാളുകൾക്ക് ശേഷം ആ കുടുംബനാഥ ഫോൺ വിളിച്ച് പറയുക, അച്ഛാ, അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? ദേ അച്ഛാ, അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ 2 മക്കളില്ലേ, 2 പേരും UK 2 പേരും അച്ഛാ, ദേ മൂത്തവൾക്ക് ജോലി കിട്ടി, നല്ല സന്തോഷമായിട്ടിരിക്കുന്നു, രണ്ടാമത്തവളും നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, ഈ മക്കൾ ഇങ്ങനെ ഇന്ന് നിൽക്കാൻ കാരണം അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഇത് കഥകളല്ല, ഇത് എവിടെന്നോ കിട്ടിയൊരാശയമല്ല, മറിച്ച് നിന്റെ ഉള്ളിൽ നീ വിശ്വസിച്ചാൽ നിന്റെ പ്രാർത്ഥനയിലൂടെ ഈ മാറ്റം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ദൈവം കൃത്യമായിട്ട് വഴി ഇങ്ങനെ തുറന്നു തരും. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ നിങ്ങൾക്ക് വായിച്ചു ധ്യാനിക്കാൻ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ 5-ാം അധ്യായം 17-18 തിരുവചനം, ബുക്ക് ഓഫ് ജെയിംസ്. അത് പഴയ നിയമത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നതാണ്. പക്ഷെ ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു സംഭവമാണ്. നമുക്ക് ഈ വിഷയം പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേർഡ്സ് 17 and 18, 17-ഉം 18-ഉം. 17-ാം തിരുവചനത്തെ ശ്രദ്ധിച്ചു കേട്ടോ. ഏലിയായെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നേറ്റു പറയോ, ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. 18-ാം തിരുവചനം, വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. യാക്കോബ് ശ്ലീഹ പറയുക, ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. പറഞ്ഞേ, ഏലിയ എന്നെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞു, ഏലിയ നിന്നെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ലാതെ ചിലർ ചിന്തിക്കും ഏലിയ അത് വേറെ ലെവല്. അങ്ങനെയല്ലെന്ന്. ഏലിയ നിന്നെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. 3.5 വർഷം, 3 വർഷവും 6 മാസം, 3.5 വർഷത്തോളം മഴ പെയ്തില്ല. ദേ വീണ്ടും പ്രാർത്ഥിച്ചു, മഴ പെയ്തു. ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ താളത്തെ നിയന്ത്രിക്കാൻ ഈ പ്രാർത്ഥനയ്ക്ക് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് തിരുവചനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം, ദ ബുക്ക് ഓഫ് കിങ്സ്, ഫസ്റ്റ് ബുക്ക്, ചാപ്റ്റർ 17, 17-ാം അധ്യായം, അതിന്റെ 1-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. 1-ാം തിരുവചനം 1 രാജാക്കന്മാർ 17:1. വായിച്ചോ. ഗിലിയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ്, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞതല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. കണ്ടോ, ഇത് ഏലിയ പ്രവാചകന്റെ വലിയ ഒരു ദർശനമാണ്. ഏലിയ പ്രവാചകൻ പറയുകയാണ്, ദേ ഇനി ഞാൻ പറയുകയല്ലാതെ മഴ പെയ്യുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എന്റെ ചോദ്യം, മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്? പറഞ്ഞേ, എങ്ങനെയാ മഴ ഉണ്ടാവുന്നത്? കേട്ടില്ല. എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്? സമുദ്രത്തിൽ സൂര്യപ്രകാശം ഏറ്റ് വെള്ളം ചൂടായി നീരാവിയായി മുകളിലേക്ക് മേഘമായി രൂപപ്പെട്ട് മേഘം തണുക്കുമ്പോൾ അത് വെള്ളമായി തീർന്ന് മഴയായി പെയ്യുന്നു. പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യമല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ കിടക്കുന്ന വെള്ളം ദേ കരയിലേക്ക് വരുന്നു. ഇതെന്തൊരു പ്രതിഭാസം! കടലിൽ കിടക്കുന്ന വെള്ളം
അത് ചൂടായി നീരാവിയായി മേഘമായി മുകളിലേക്ക് ഉയർന്ന് പിന്നെ അത് തണുക്കുമ്പോൾ അത് മഴയായി പെയ്യുന്നു അല്ലേ? ഇപ്പം നമ്മൾ മൺസൂൺ കാലഘട്ടത്തിലൊക്കെ അല്ലേ നമുക്കറിയാം നല്ല മഴ. ഇതെങ്ങനെയാ? ഇതെവിടുന്ന് പെയ്യുന്നു? ഇത് കടലിൽ കിടക്കുന്ന വെള്ളമാണ്. എവിടെ കിടക്കുന്ന വെള്ളം? കടലിലെ വെള്ളം നിന്റെ വീട്ടുമുറ്റത്ത് നിന്നെ കുളിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും പിടികിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലെ വെള്ളം കരയിലെത്തിക്കുന്ന പ്രതിഭാസം പ്രപഞ്ചത്തിൽ തന്നെ മാറ്റം സംഭവിക്കുന്നു. പ്രപഞ്ചത്തിൽ മാറ്റം. ഏലിയ നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഏലിയ പ്രവചിച്ചു. ഏലിയയുടെ പ്രാർത്ഥന നിങ്ങൾക്കറിയോ? 17-ാം അധ്യായം 1-ാം തിരുവചനം വായിച്ചിട്ട് ഇനി 18-ാം അധ്യായം 1 രാജാക്കന്മാർ 18-ാം അധ്യായം 43-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? 18-43. അവൻ വൃദ്ധനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതായത് വീണ്ടും പ്രാർത്ഥിച്ച് മഴ പെയ്യിക്കാൻ പോവാ. പ്രാർത്ഥിച്ച് അവ വൃദ്ധനോട് പറഞ്ഞു പോയി നോക്കാൻ പറഞ്ഞു. അവൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല. അടുത്ത വചനം ഇങ്ങനെയാണ്, വീണ്ടും അവനോട് പറഞ്ഞു 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. 44-ാം തിരുവചനം 7-ാം പ്രാവശ്യം ഇങ്ങനെയാണ്. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു. കണ്ടോ? അതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയൊരു മേഘം പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം ഒന്നും ഇല്ലാതിരുന്നു. പക്ഷേ പ്രാർത്ഥന ഉയർന്നപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? പ്രപഞ്ചത്തിൽ മാറ്റം, പ്രപഞ്ചത്തിൽ അന്തരീക്ഷത്തിൽ മാറ്റം. മനുഷ്യകരത്തോളമുള്ള ഒരു മേഘം ഇങ്ങനെ ഉയർന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം ഒന്ന് വായിച്ചേ. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. 45-ാം തിരുവചനം, നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റുവീശി വലിയ മഴ പെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ നടന്നൊരു സംഭവമായിട്ട് മാത്രമല്ല, ഇന്നും ജീവിക്കുന്ന ഈശോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. സ്വർഗി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ പ്രപഞ്ചം അവന് വേണ്ടി നിലകൊള്ളും. ഈ ലോകം നിനക്ക് വേണ്ടി നിലകൊള്ളും. പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. സ്വർഗി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കുറേ തടസ്സങ്ങളുമായിട്ടിരിക്കുന്നവരാണ് നമ്മൾ. സത്യമല്ലേ? കുറേ തടസ്സങ്ങൾ, ഒന്നും കാണാനില്ല. ആകാശത്തോട്ട് നോക്കിയിട്ട് ഒരു തരി പോലും മേഘത്തിൻ്റെ തരിമ്പില്ല, മഴ പെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഏലിയായുടെ പ്രാർത്ഥന, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. യാക്കോബ് ശ്ലീഹ പഠിപ്പിച്ചില്ലേ, ഏലിയ നമ്മെപ്പോലെയുള്ളൊരു മനുഷ്യനായിരുന്നു. ഏലിയ നമ്മെപ്പോലെയുള്ളൊരു മനുഷ്യനായിരുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദര സഹോദരി, നിന്നെപ്പോലെ തന്നെയുള്ള ഒരു വ്യക്തി പ്രപഞ്ചത്തിന്റെ താളഭേദങ്ങൾ നിയന്ത്രിക്കാൻ തക്കവണ്ണം അവന്റെ പ്രാർത്ഥന ദൈവം ഉയർത്തിയെങ്കിൽ നീയും പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിനക്ക് വേണ്ടി പ്രപഞ്ചം പ്രവർത്തിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഒരുപക്ഷെ നീ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, എന്നാൽ ദൈവം പറഞ്ഞതനുസരിച്ച് നീ പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു കൈപ്പത്തിയോളം ഉയരത്തിലും ഇങ്ങനെ മേഘം ഉയർന്നു വരുന്നു. ആ മേഘം ഉയർന്നു വന്ന് പിന്നീട് മേഘാവൃതമായി കറുത്തിരുണ്ട് പിന്നീട് ശക്തമായൊരു മഴ പോലെ ഈ ഭൂമിയിൽ പെയ്യുന്നത് പോലെ ഇന്ന് നീ കരങ്ങൾ ഉയർത്തി നീയും പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം, നീയും ഒരു ഏലിയായി മാറുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എല്ലാവരും ഏലിയായി പോലെ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കൊരു ദൗത്യമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൗത്യം. വിശ്വസിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓ യേശുവേ വിളിച്ച് 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 പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, വിശ്വസിക്കുന്നു കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. കൈയടിച്ചാലോ? കണ്ണടച്ച് കൈയടിച്ചേ. ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ മഴ പെയ്യിക്കാതിരിക്കാൻ മഴ പെയ്യിക്കാനും കൃപ അവന് കൊടുത്തെങ്കിലും ആ പ്രാർത്ഥനയുടെ ശക്തി നിന്റെ മേലും വെളിപ്പെടട്ടെ. നന്നായിട്ട് കൈയടിച്ചേ. പോരാ, ശക്തിയോടെ.
ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മെ പോലും എന്നാൽ സ്വർഗമടയ്ക്കാൻ തുറക്കാൻ. ആമേൻ. യെസ്, പ്രാർത്ഥനയ്ക്കായി ഏലിയാ നമ്മെ പോലും എന്നാൽ. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പ്രത്യാശിച്ചാൽ ആമേൻ, ആമേൻ. ഇതിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച് ഏലിയായെ പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കപ്പെടട്ടെ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ജോലി സ്ഥലത്ത് സംഭവിക്കപ്പെടട്ടെ. ഭാരങ്ങൾ കർത്താവ് ഇടപെടട്ടെ. ആരാധന, 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 ആരാധന. ഏലിയ നമ്മെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും ഈ വചനത്തിന്റെ അത്ഭുത ശക്തി, ഏലിയായുടെ പ്രാർത്ഥനാ കൃപ ഓരോ വ്യക്തിയിലേക്ക് നിറയപ്പെടട്ടെ. കുടുംബങ്ങൾ കാലങ്ങളായി കെട്ടിയിട്ടിരിക്കുന്ന തിന്മകളുടെ കെട്ടഴിയപ്പെടട്ടെ. ഇന്നത്തെ ഈ പ്രാർത്ഥന ശുശ്രൂഷ വഴിയായി കാലങ്ങളായിട്ട് കുടുംബങ്ങളിലുള്ള സകല തരത്തിലുള്ള തിന്മയുടെ കെട്ടുകളും അഴിയപ്പെടട്ടെ. പാരമ്പര്യ രോഗപീഠകൾ അഴിയപ്പെടട്ടെ. നിരാശയും ദുഃഖവുമായിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആ ഭാരങ്ങൾ എടുത്തു മാറ്റപ്പെടട്ടെ. പൈശാചിക ചിന്തകളും കൂട്ടുകെട്ടുകളും വിട്ടുമാറപ്പെടട്ടെ. ജഡിക പാപങ്ങളുടെ പീഡകൾ കർത്താവെ അങ്ങ് എടുത്തു മാറ്റപ്പെടട്ടെ. മടി, അലസത, ഉത്സാഹക്കുറവ്, ജീവിതത്തോടുള്ള നിരാശ കർത്താവെ അങ്ങ് എടുത്തു മാറ്റണമേ. ഈവൾ അസോസിയേഷൻ, തെറ്റായിട്ടുള്ള ബന്ധങ്ങളെയും ചലനങ്ങളെയും കർത്താവെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഓരോ വ്യക്തിയിലേക്കും ഈ അഭിഷേകം നിറയപ്പെടട്ടെ. ഓരോ വ്യക്തിയിലേക്കും നിറയപ്പെടട്ടെ. ശ്രദ്ധിപ്പറഞ്ഞേ, ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ വിശ്വസിക്കുക. ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ആ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 രക്ഷകാരാധന, ആരാധന, രക്ഷക ആരാധന.